അല്ല, അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുന്നു. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താ, കൊമ്പുണ്ടോ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘികളുടെയൊക്കെ ആ ഒരു സ്ട്രെസ്ഫുള്ളായിട്ടൊക്കെ പറയുന്ന കേട്ടാ ഇതെന്തോ വലിയ സംഭവമാണെന്ന്. കേരള പോലീസ് പോലെ തന്നെ ഈ നാട്ടിലെ ഒരു ഏജൻസി, അത്ര മതി. ഞങ്ങളുടെ ചക്രവർത്തികൾ അയക്കുന്നത് അവരായതുകൊണ്ട് ഈ നാട്ടിലെല്ലാവരും കുമ്പിട്ട് നിൽക്കണമെന്നും പറയാൻ പറ്റില്ല. അവരും ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തന്നെയാണ് ശമ്പളം മേടിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കേന്ദ്രന്മാരുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതൊന്നുമല്ല. അവർ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കേരള പോലീസിനെതിരെ പ്രതിഷേധം ഉണ്ടാകും പോലെ ഈ നാട്ടിൽ ഡിക്കെതിരെയും കസ്റ്റംസിനെതിരെയും ഏതിനെതിരെയും പ്രതിഷേധം ഉണ്ടാവും, യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി രാഷ്ട്രീയമായിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇന്നത്തെ ഈ റെയ്ഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശുദ്ധരൊന്നുമല്ല കേന്ദ്രന്മാർ. അവർക്ക് രാഷ്ട്രീയമായിട്ട് ഈ പ്രതിയോഗികളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കേന്ദ്ര സേന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനെതിരെ പ്രതിഷേധിച്ചാൽ എന്താ, ഇവിടെ വല്ല മലയിടിഞ്ഞ് വീഴോ? ഈ നാട്ടിലെ പൗരന്മാർക്ക് വേണ്ടിയാണ് ഈ എല്ലാ സംവിധാനവും. ആ സംവിധാനത്തോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ പ്രതിഷേധിക്കുമെന്നേ. ഇപ്പോൾ ഒരു കാർ അടിച്ചു പൊട്ടിച്ചൊരു സംഭവം ഉണ്ടായി, അക്രമമൊന്നും എല്ലാം ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല, അതിനെല്ലായില്ല. പക്ഷേ ഇത്രത്തോളം വികാരപരമായിട്ടുള്ള ഒരു സംഭവത്തിനിടയിൽ എല്ലാവർക്കും അറിയാം, ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്നവർ അല്ലെങ്കിൽ സുഡാപ്പികളും ഇടതുവിരുദ്ധരും പിണറായി വിരുദ്ധരും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ആ വിഷയത്തെ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ ഉള്ളിലെ ദുരുദ്ദേശം എന്താണെന്ന് നാട്ടുകാർക്ക് നല്ലപോലെ അറിയാം. ഇനി ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ തല ഉയർത്താൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ ഏറ്റവും പിൻ പോയിന്റ് ആയിട്ടുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കരുക്കൾ നീക്കണം. അതിനുവേണ്ടി നമ്മുടെ കയ്യിലുള്ള ഈ ഏജൻസികളെ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകുമെന്നേ. അതിൽ പ്രതിഷേധമുണ്ടാകും. ആ തോന്നിവാസം കാട്ടാൻ വരുമ്പോൾ, കാര്യം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ വേണം. ഒരു ജെനുവിൻ റീസണും ഇല്ല. ഈ നാട്ടിൽ പിണറായി വിജയനെ ഇല്ലാതാക്കണം അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള എതിർ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം അത് ഞങ്ങൾ തന്നെ ഏറ്റെടുത്ത് നിർവഹിച്ചു തരാമെന്നുള്ള നിലയ്ക്ക് കടന്നു വരുമ്പോൾ അതിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ടവർ പ്രതിഷേധിച്ചു. അതിൽ നേരിയ തോതിലുള്ള ചെറിയ സംഘടനമുണ്ടായി. ആ സംഘടനം ഒരു വലിയ അപരാധമായിട്ടൊന്നും ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിൽ ജനാധിപത്യപരമായിട്ടുള്ള ഇടത്ത് ജനങ്ങൾക്ക് ചില ഇടങ്ങളിലൊക്കെ പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ ജനം പ്രതികരിച്ചു എന്നുള്ളതാണ്. അതിനിപ്പോൾ എന്താണ്, കേസാണെങ്കിൽ കേസായിട്ട് പോകണം. അല്ല ഇടിയത്തൊട്ടെ എന്ന് പറഞ്ഞാൽ ഇടി എന്താ, ആകാശത്തുനിന്ന് പൊട്ടി വീണവരാണോ? അല്ലെങ്കിൽ ഡി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കാതെന്താ, ചക്രവർത്തിമാരുടെ ഏതെങ്കിലും സേനയാണ്? ആ കാലമൊക്കെ പോയെന്നേ. ഇതൊക്കെ നാട്ടിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ പർവ്വതീകരിച്ചും വാക്കുകൾ കൊണ്ട് വലിയ സംഭവമായി അവതരിപ്പിച്ചൊക്കെ സംഭവബഹുലമാക്കാനുള്ള മാധ്യമങ്ങളുടെ സ്ഥാപനത്തിനകത്തിരിക്കുന്ന സംഘി മനസ്സുകളെ ആ കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആ പ്രതിഷേധത്തിനിടയിൽ ചിലർ വൈകാരികമായി പ്രതികരിച്ചു, അതിൽ കേസുണ്ടാകും. ആ കേസ് എടുക്കണം. അല്ലാതെ ഇടിയെ തൊട്ടാ എന്താ അവർ മനുഷ്യരല്ലേ? അവരെന്താ ഈ നാട്ടിൽ പരീക്ഷ എഴുതി കയറുന്നവരല്ലേ? അവർക്ക് എന്തെങ്കിലും കൊമ്പുണ്ടോ? ഈ നാട്ടിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാ സംവിധാനങ്ങളും ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നേ. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടേതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഷോ ഓഫ് ഇറക്കും. ഞങ്ങളുടെ ദേശീയ മാധ്യമമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മാധ്യമങ്ങളുള്ളത്. വാർത്ത കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ നിങ്ങൾ അങ്ങ് വെടിവെച്ച് കൊന്നുകളയും, ഇല്ലാതായിക്കളയും, ഇടിയെ തൊട്ടു എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ ഈ പ്രതികളാക്കപ്പെട്ടവർ അവരാരെയും കൊന്നിട്ടില്ല, അല്ലെങ്കിൽ ആർക്കെതിരെ എന്ത് ചെയ്തിട്ടില്ല, അവർക്കൊരു പ്രതിഷേധം രേഖപ്പെടുത്തി അതിലൊരു വാഹനത്തിൻ്റെ കേടുപാടുകൾ സംഭവിച്ചു, ഒരു അനിഷ്ട സംഭവം ഉണ്ടായി. ആ അനിഷ്ട സംഭവത്തിന് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ എന്തോ മഹാ അപരാധം, എന്താ പകൽ വെളിച്ചത്തിലല്ലേ ഈ സംഭവം നടന്നത്? ക്യാമറകൾക്ക് മുന്നിലല്ലേ നടന്നത്? ആരും ഇരുട്ടത്ത് പാത്തം പതുക്കിയിരുന്ന് ഏതൊരു ഉദ്യോഗസ്ഥന് നേരെ കയ്യേറ്റം ചെയ്തതല്ലല്ലോ. പട്ടാപ്പകൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമുണ്ടായി, അതിനെതിരെ പ്രതികരിച്ചു. ദാറ്റ്സ് ഓൾ. അതിന് ഈ വല്ലാത്ത ഒരു ഹൈപ്പൊക്കെ കൊടുത്ത് അവതരിപ്പിച്ച് അതിനെ എന്തോ സംഭവ ബഹുലമാക്കാനുള്ള മാധ്യമങ്ങളുടെ ആ വിദ്യ ഉണ്ടല്ലോ. എന്നിട്ട് എന്തോ ആ പ്രതിഷേധിച്ചവർ എന്തോ മഹാ അപരാധം ചെയ്തു. അവരൊരു അപരാധവും ചെയ്തിട്ടില്ല. അവർ ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് പ്രതിഷേധിച്ചു. അതിൽ നിയമവിരുദ്ധം ഉണ്ടെങ്കിൽ ഒരു കേസെടുക്കുക. അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.